വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് പേരായി എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ഹോം വർക്കൗട്ട് സീരീസ് തുടങ്ങാൻ. അപ്പോൾ ഇന്ന് നമുക്കത് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ വർക്കൗട്ട് എന്താണെന്ന്, വർക്കൗട്ട് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞുതരാം. വായു. ഇന്നത്തെ വർക്കൗട്ട് ഇമോം ആണ്. 35 മിനിറ്റ്സ് ഇമോം. ഇമോം എന്ന് വെച്ചാൽ എവറി മിനിറ്റ് ഓൺ മിനിറ്റ്. അതായത് ഇപ്പോൾ ഈവൻ നമ്മളൊരു പുഷപ്പ് ചെയ്യണം, 10 പുഷപ്പ് മാത്രമേ ഉള്ളൂ. സോ 10 പുഷപ്പ് ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര സ്പീഡ് ചെയ്യുമോ അത്രയും സ്പീഡ് ചെയ്യുക. ഇനി സ്ലോലി ചെയ്യുക, ബട്ട് ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഫിനിഷ് ചെയ്യണം. ഈവൻ ഇപ്പോൾ നിങ്ങൾ പുഷപ്പ് ഒരു മിനിറ്റിൽ തീർന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മിനിറ്റിൽ അടുത്ത എക്സസൈസിലോട്ട് പോകണം. അതായത് ഒരു മിനിറ്റിൽ ഒരു എക്സസൈസ് മാത്രമേ ചെയ്യാൻ പറ്റൂ, അടുത്ത മിനിറ്റിൽ അടുത്ത എക്സസൈസ്. അങ്ങനെയാണ് നമ്മുടെ വർക്കൗട്ട് മെത്തേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സസൈസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, എന്നിട്ട് എക്സസൈസിൻ്റെ ഫോമും അത് എങ്ങനെ ചെയ്യണമെന്നും ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് 35 മിനിറ്റ്സ് ആണ് വർക്കൗട്ട്. സോ 6 എക്സസൈസ് ഉണ്ട്, 7ാമത്തത് റെസ്റ്റ് ആണ്. സോ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് മിനിറ്റിൽ പുഷപ്പ്, സെക്കൻഡ് മിനിറ്റിൽ സ്ക്വാട്ട്, തേർഡ് മിനിറ്റിൽ ലഞ്ചസ്, 4th മിനിറ്റിൽ ജമ്പിങ് സ്ക്വാട്ട്, 5th മിനിറ്റിൽ മൗണ്ടൻ ക്ലൈംബേഴ്സ്, 6th മിനിറ്റിൽ പ്ലാങ്ക്, ദെൻ ലാസ്റ്റ് 7th മിനിറ്റ് റെസ്റ്റ്, ദെൻ അഗെയിൻ റിപ്പീറ്റ് റൗണ്ട്. നമ്മൾ അങ്ങനെ 5 റൗണ്ട്സ് നോൺ സ്റ്റോപ്പ് ചെയ്യണം. ആദ്യം നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിലുള്ള എക്സസൈസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം പ്രോപ്പർ ഫോം ബിൽഡ് ചെയ്യണം. ഞാൻ ആദ്യം എല്ലാ എക്സസൈസിൻ്റെ ഫോം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ നമ്മുടെ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡ്സ് അണ്ടർ യുവർ ഷോൾഡർ ആണ്. അതായത് ഹാൻഡ്സ് നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ താഴെയായിട്ട് വെക്കുക. ദെൻ യുവർ നീ സ്ട്രെയിറ്റ്, ദെൻ ടൈറ്റ് യുവർ ഗ്ലൂസ്, ദെൻ ടൈറ്റ് യുവർ കോർ, ദെൻ യുവർ ചെസ്റ്റ് ആൻഡ് നീസ് ഓൾമോസ്റ്റ് ജസ്റ്റ് ദ ഫ്ലോ, ദെൻ അപ്പ്. അതായത് നമ്മുടെ ചെസ്റ്റും നീസും താഴെ ടച്ച് ചെയ്യുന്ന വിധത്തിലോട്ട് പോയിട്ട് അപ്പ് ചെയ്യുക. ആ ചെയ്യുമ്പോൾ നിങ്ങളുടെ എൽബോ, അധിക പേരുടെ എൽബോ ഇങ്ങനെ പോകും. സോ എൽബോ ക്ലോസ് യുവർ ബോഡി, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് പോകാം. ലുക്ക് ലൈക്ക് എയറോ പോലെ, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എയറോ പോലെ ആയിരിക്കണം. ദെൻ അപ്പ്. ഇത് നോർമൽ പുഷപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പല രീതിയിലുള്ള പുഷപ്പ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് പുഷപ്പ്സ് ഉണ്ട്. സോ ഇത് നോർമൽ പുഷപ്പ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുഷപ്പ്സ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ നീസ് ഓൺ ദ ഫ്ലോ, ദെൻ സെയിം പൊസിഷൻ. എൻ്റെ ബാക്ക് നോക്കുക. അധിക പേര് ഇങ്ങനെ റൗണ്ട് ചെയ്യും. സോ നേരെ വെക്കുക, ദെൻ സ്ലോലി ഡൗൺ, ദെൻ അപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് അധിക പേർക്കും താഴെ പോകാനൊരു പേടി ഉണ്ടാവും. സോ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഡൗൺ ചെയ്യുക. ഡൗൺ സ്ലോലി. ഓരോ റെപ്സിലും ഇൻക്രീസ് ചെയ്യുക നിങ്ങളുടെ ഡെപ്ത്. പതുക്കെ ഫുള്ളി അപ്പ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എക്സസൈസ് സ്ക്വാട്ടാണ്. സ്ക്വാട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ലെവലിൽ നിൽക്കുക കാല്. ദെൻ നമ്മുടെ കാലിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് ലിറ്റിൽ ബിറ്റ് ഔട്ട് സൈഡ്, അതായത് ടോ ഭാഗം ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഔട്ട് സൈഡ്. ദെൻ യുവർ ഫസ്റ്റ് ഹിപ്പ്, ഞാൻ സൈഡ് വേസ് കാണിക്കാം. നിങ്ങളുടെ ഹിപ്പാണ് ഫസ്റ്റ് ബാക്കിലുണ്ട്. അധിക പേരും നീസ് ഇങ്ങനെ പോകും, അതല്ല വേണ്ടേ. ഫസ്റ്റ് നിങ്ങളുടെ ഹിപ്പ് പതുക്കെ ബാക്ക്, നമ്മളൊരു ഇൻവിസിബിൾ ചെയറിൽ ഇരിക്കുന്ന പോലെ. സോ യു ഫസ്റ്റ് ഹിപ്പ് ഇഞ്ച്, ദെൻ സ്ലൈലി ബെൻഡ് യുവർ നീസ്, സ്ലോലി. എൻ്റെ ബാക്ക് ബോഡി ശ്രദ്ധിച്ചോ. സോ സ്ട്രെയിറ്റ് ചെയ്യുക, ദെൻ ഗോ ഡൗൺ. മിനിമം യുവർ പാരൽ യുവർ നീസ്. താഴെ പോകുന്ന മൊബിലിറ്റി കൂടുതലുള്ളവർക്ക് യു ക്യാൻ ഗോ ഡൗൺ, നോ പ്രോബ്ലം. ബട്ട് നിങ്ങൾ മിനിമം ഇത്രയെങ്കിലും പോകണം, അതാണ് നമ്മൾ പറയുന്നത്. സോ അപ്പ്, ഓക്കെ, ഡൗൺ, ദെൻ അപ്പ്. നെക്സ്റ്റ് എക്സസൈസ് ലഞ്ചസ് ആണ്. ലഞ്ചസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലെഗ് ഫ്രണ്ടിലോട്ട് വെക്കുക പതുക്കെ, ദെൻ ബാക്ക് നീസ് ഡൗൺ ചെയ്യുക. സി യുവർ ബാക്ക് നീസ് ഓൾമോസ്റ്റ് ആസ് ദ ഫ്ലോ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബാക്കും ഫ്രണ്ടും ലെഗ് 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെ പോകരുത്. സ്ട്രെയിറ്റ് ചെയ്യുക, ദെൻ ഹിപ്പിൽ ഹോൾഡ് ചെയ്യുക, ദെൻ അപ്പ്, ദെൻ കാല് ബാക്ക് റിവേഴ്സ് വെക്കുക, ദെൻ അഗെയിൻ ഫോർവേഡ്, ദെൻ ഡൗൺ, ദെൻ അപ്പ്. താഴെ ഡ്രോപ്പ് ചെയ്യണ്ട, പതുക്കെ പോവുക, ദെൻ അപ്പ് ചെയ്യുക, സ്വിച്ച് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എക്സസൈസ് ജമ്പിങ് സ്ക്വാട്ടാണ്. നമ്മൾ നേരത്തെ സ്ക്വാട്ട് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു, അതിൻ്റെ കൂടെ ഒരു ജമ്പും കൂടെ വരുന്നുള്ളൂ. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീ ഇഞ്ചുറി ഉള്ള ആളും ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളും ഇത് ചെയ്യരുത്. ഓക്കെ, ഞാൻ അപ്പോൾ എങ്ങനെ എക്സസൈസ് എന്ന് കാണിക്കാം. സോ ഷോൾഡർ വിത്ത് സ്റ്റാൻഡ്, ഡീപ് സ്ക്വാട്ട്, ദെൻ ഓൾ ദ വേ അപ്പ്, ജമ്പ്, ഡൗൺ, അപ്പ്. ജമ്പ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടി ഗോ ഡൗൺ, ദെൻ അപ്പ്. ഓക്കെ, ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഓക്കെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എക്സസൈസ് മൗണ്ടൻ ക്ലൈംബേഴ്സാണ്. മൗണ്ടൻ ക്ലൈംബേഴ്സ് ചെയ്യുന്നത് നമ്മുടെ നേരത്തെ പുഷപ്പ് ചെയ്ത പോലെ ഹാൻഡ്സ് അണ്ടർ യുവർ ഷോൾഡർ, ഹിപ്സ് ആൻഡ് സ്ട്രെയിറ്റ്. ഇത് പ്ലാങ്ക് പൊസിഷനാണ്. ഇതാണ് ഹൈ പ്ലാങ്ക് പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഈ പ്ലാങ്ക് പൊസിഷനിൽ നമ്മുടെ നീസ് ചുമ്മാ ഫോർവേഡ് ചെയ്യുക പതുക്കെ. അധിക പേരും ബാക്കിലോട്ടൊരു പുഷ് കൊടുക്കും, അത് വേണ്ട. നേരെ നിൽക്കുക, സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്. കുറച്ചുകൂടെ സ്പീഡാക്കുക. ഓക്കെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് നമ്മുടെ 1 കൗണ്ട് ചെയ്യേണ്ടത്. സോ നിങ്ങളൊരു അഡ്വാൻസ് ലെവൽ ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഡു ക്രോസ്. ഓക്കെ, അധിക പേരും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പ്ലാങ്കിൽ നിൽക്കുക, പതുക്കെ ഹെഡ് ന്യൂട്രാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എക്സസൈസ് പ്ലാങ്ക്. എൽബോ പ്ലാങ്ക് എന്നും പറയും ചിലവർ.
സോ പ്ലാങ്ക് നമ്മുടെ എൽബോസ് ഓൺ ദ ഫ്ലോർ, ദെൻ സ്ട്രൈറ്റ് ചെയ്യുക, നേരത്തെ നമ്മൾ നിന്ന പോലെ കോറ് ടൈറ്റ് ചെയ്യുക, ദെൻ ഹോൾഡ് ചെയ്ത് നിൽക്കുക. മാക്സിമം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക കാല്, ദെൻ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ നിൽക്കരുത്. ദെൻ ഡൗൺ, ടൈറ്റ് യുവർ കോർ, ടൈറ്റ് യുവർ ഗ്ലൂസ്, സ്ട്രൈറ്റ് യുവർ നീസ്. ഓക്കെ, 30 സെക്കൻഡ്സ്. നമ്മൾ എക്സസൈസിൻ്റെ ഫോം ഒക്കെ പഠിച്ചു. സോ ഇനി എത്ര റെപ്സ് വെച്ചാണ് ഓരോ എക്സസൈസും ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഫസ്റ്റ് മിനിറ്റിൽ 10 പുഷപ്പ്, ദെൻ സെക്കൻഡ് മിനിറ്റിൽ 10 സ്ക്വാട്ട്, തേർഡ് മിനിറ്റിൽ 10 ലഞ്ചസ്. ലഞ്ചസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 1 ആണ്. ദെൻ ഫോർത്ത് മിനിറ്റിൽ 15 ജമ്പിങ് സ്ക്വാട്ട്. ദെൻ ഫിഫ്ത്ത് മിനിറ്റിൽ 20 മൗണ്ടൻ ക്ലൈംബ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 1. ദെൻ 6 മിനിറ്റിൽ 30 സെക്കൻഡ് പ്ലാങ്ക്. ദെൻ ലാസ്റ്റ് 7th മിനിറ്റ് റെസ്റ്റ്. ദെൻ അഗെയിൻ റിപ്പീറ്റ് റൗണ്ട്. 5 റൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചെയ്ത് നോക്കിയാലോ. അപ്പം ആദ്യം തന്നെ ടൈമർ സെറ്റ് ചെയ്തിട്ട് വാച്ചിലോ മൊബൈലിലോ 35 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ മിനിറ്റിലാണ് ഓരോ എക്സസൈസ്. ഓക്കെ, ദെൻ സ്റ്റാർട്ട്. 1 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. സോ ഞാൻ ലെസ് ദാൻ 20 സെക്കൻഡ്സിൽ എൻ്റെ 10 റെപ്സ് കഴിഞ്ഞു. 40 സെക്കൻഡ് എനിക്ക് റെസ്റ്റാണ്. സോ നെക്സ്റ്റ് മിനിറ്റിലാണ് എൻ്റെ നെക്സ്റ്റ് എക്സസൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10. Lunges 1 2 4 5 അപ്പോൾ നമ്മുടെ 7th മിനിറ്റ് റെസ്റ്റ് ആണ്. ഇനി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് സെയിം റിപ്പീറ്റ് റൗണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.